അതൊക്കെ നിങ്ങൾ പറയുന്നത്. എനിക്കൊന്നും അവിടെ മത്സരം തമ്മിൽ സത്യത്തിൽ പ്രതാപൻ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. പ്രതാപനും സുരേഷ് ഗോപി തമ്മിലാണ് മത്സരം എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ തോൽവി അദ്ദേഹത്തെ നേതാവ് എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. എനിക്കൊന്ന് രണ്ടാമത് സുനിൽ മത്സരിച്ച സുനിൽ തൃശ്ശൂർ മത്സരിക്കാൻ പറഞ്ഞിട്ട് അന്ന് തറമ്പല്ല ആമോഷം വളരെ സ്ട്രോങ് ആയിരുന്നു. സുനില് പിന്നെ തൃശ്ശൂരായിരുന്നില്ല അദ്ദേഹം മത്സരിച്ചത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പിന്നെ കയ്പമംഗലത്താണ് അദ്ദേഹം മത്സരിച്ചത്. അന്ന് തൃശ്ശൂരും കൂടി പരിഗണന വേണമെങ്കിൽ അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കാം. അന്ന് അദ്ദേഹം ചെയ്തിട്ടില്ല. പിന്നെ കോൺഗ്രസിൽ ഗ്രൂപ്പ് വായൊക്കെ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിലും ഒരു LDF അനുകൂലമായ തരം കണ്ടായ സാഹചര്യത്തിൽ തൃശ്ശൂർ അന്ന് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയത്. അത് പത്മജനെ എങ്ങനെയാണ് കോൺഗ്രസ്സുകാർ തോൽപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആ വിജയത്തിന് അദ്ദേഹത്തിന് ഞാൻ വലിയ ക്രെഡിറ്റും കൊടുക്കുന്നില്ല. അത് അന്നത്തെ കോൺഗ്രസിന്റെ ഉള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രശ്നം LDF-നെതിരെയുള്ള തരംഗം പത്മജക്കെതിരെയുള്ള കുത്തിത്തിരിപ്പും കൊണ്ട് ജയിച്ചു പോയതാണ്. അങ്ങനെ തോൽക്കാത്തൊരു അങ്ങനെ നേതാക്കന്മാരൊക്കെ വളരെ ചുരുക്കുക. അപ്പൊ നായനാര് തോറ്റിട്ടില്ലേ? നായനാരോട്ട് അന്ന് താരതമ്യേന പുതുമുഖമായിട്ടുള്ള കടന്നപ്പള്ള രാമചന്ദ്രനോടെ നായനാര് തോറ്റത്. അപ്പം VS അച്യുതാനന്ദൻ തോറ്റിട്ടുണ്ട്, K കരുണാകരൻ തോറ്റിട്ടുണ്ട്. അങ്ങനെ തോൽവി ഇല്ലാത്ത നേതാക്കന്മാർ അങ്ങനെ ആ രീതിയിൽ സ്വന്തമായ ഒരു വോട്ട് ബേസ് ഉള്ള നേതാവായിരിക്കണം. CPI ഇപ്പൊ അങ്ങനെ വലിയ സ്വന്തമായിട്ടൊരു വോട്ട് ബേസ് ഉണ്ടാക്കാൻ പറ്റിയ നേതാക്കന്മാർ ആരും ഇല്ല എന്നുള്ളത് സത്യം. അപ്പൊ പറയുന്നതിലൊന്നും കാര്യമില്ല. പിന്നെ സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായിട്ട് ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഇവര് അരയും തലയും നോക്കി ഇറങ്ങുന്ന സമയത്ത് സുരേഷ് ഗോപി അരയും തലയും നോക്കി 5 വർഷമായിട്ടുണ്ട്. പക്ഷെ ഈ ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു വലിയ ഇളക്കിയമാക്കിയല് സുരേഷ് ഗോപി പിന്നെ ഈ പന്തയത്തിലെ മുയലിനെ പോലെ ആദ്യം മുന്നിൽ ഉണ്ടായിരുന്നു വിചാരിച്ച് ഉറങ്ങിക്കിടക്കാൻ പാടില്ല, സജീവമായി രംഗത്ത് വരണം. അങ്ങനെ സജീവമായിട്ട് രംഗത്ത് വന്നാൽ സുരേഷ് ഗോപിക്കാണ് നല്ല സാധ്യത ഉണ്ട്. അല്ലാതെ വേറെ ആരെങ്കിലും BJP വിരുദ്ധത കൊണ്ട് പൂർണ്ണമായും സുരേഷ് ഗോപിക്ക് എതിരായി നിൽക്കുന്ന ഒരു മണ്ഡലമല്ല. നല്ല സാധ്യതയുണ്ട്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറ്റു സമുദായങ്ങൾ ഇപ്പൊ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പറയുന്നത്. എനിക്കൊന്നും അവിടെ മത്സരം തമ്മിൽ സത്യത്തിൽ പ്രതാപൻ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. പ്രതാപനും സുരേഷ് ഗോപി തമ്മിലാണ് മത്സരം എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? സുരേഷ് ഗോപി പ്രതാപന്റെ വോട്ടാണ് പിടിക്കുക. കഴിഞ്ഞ തവണ പിന്നെ LDF സ്ഥാനാർത്ഥി രാജാജിക്ക് എന്താ ഹിന്ദു വോട്ട് കിട്ടിയിട്ടില്ലേ? അങ്ങനെ പറയുന്നതിലും കാര്യമല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, രാജാജി കിട്ടിയ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. അത് നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കുറെ ആളുകൾ പേര് നോക്കി വോട്ട് ചെയ്യും. ആ വോട്ട് ഇത്തവണ LDF-ന് കിട്ടില്ല എന്നേ ഉള്ളൂ. സുരേഷ് ഗോപി ആണെങ്കിൽ ബേസിക്കലി അദ്ദേഹം ഹിന്ദു വോട്ടും കിട്ടും, പിന്നെ ഈ പറയുന്ന അഡീഷൻ ചെയ്യുന്ന ക്രിസ്ത്യൻ വോട്ടും കിട്ടും. പിന്നെ വരുമ്പോൾ മുസ്ലിം സ്ത്രീകളും യുവാക്കളും കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ പറയുന്നതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിടിക്കുകയാണെങ്കിൽ എല്ലാവരുടെ ഭാഗത്തും സുരേഷ് ഗോപി വോട്ട് പിടിക്കും. അല്ല, പ്രധാന കോൺഗ്രസ്സുകാർക്കാണ് പറഞ്ഞത്. പ്രധാന ആളുകൾക്ക് ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാല് പ്രധാനം വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ഒരു നേതാവാണ്. ചില അപവാദങ്ങളൊക്കെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന നേതാവാണ്. സാധാരണ തട്ടുന്ന വന്ന നേതാവാണ്. അധികം അഭിനയിക്കാത്തൊരു നേതാവാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. അപ്പം അഭിനയിക്കുന്ന വെച്ചാൽ ഒരു നല്ല ആശയക്കാർ അഭിനയിക്കും. പക്ഷെ പ്രധാനം താരതമ്യേന നമുക്ക് നമ്മളുടെ ആളെന്ന് ഫീൽ ചെയ്യുന്ന നേതാവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാന്നുള്ളത്. പ്രതാപനെ മടുത്തോന്ന് ചോദിച്ചാൽ മടുക്കൊന്നുമില്ല. പക്ഷെ പ്രതാപനെക്കാട്ടും ഡൽഹിയിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ള നല്ല എന്താ പറയുക, ഡൽഹിയിൽ നല്ല ഇംഗ്ലീഷും നല്ല ഹിന്ദിയും ഒക്കെ പറഞ്ഞ് വളരെ ആക്റ്റീവായിട്ട് ഇടപെടാൻ പറ്റുന്ന നേതാവ് ആരാണെന്നുള്ള ചോദ്യം. അങ്ങനെ നോക്കുമ്പോൾ ഈ 3 പേരിൽ സുരേഷ് ഗോപിയാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് നാട്ടുകാർ അവിടെ എഡ്യൂക്കേറ്റഡ് ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പ്രതാപനാണ് നേരിടാൻ സാധ്യത ഉള്ളത്. കാരണം ആരാടാന്ന് വെച്ചാൽ ഞാനിടാന്ന് പറയുന്നത് നല്ല ഹിന്ദി നല്ല ഇംഗ്ലീഷ് അറിയുന്ന മോഡിയായിട്ട് നേരിട്ട് കോൺടാക്ട് ഉള്ള ഒരാൾ ഉണ്ടാകുമ്പോൾ ഒരു ബിസിനസ് ക്ലാസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അപ്പോൾ ആ ഘട്ടത്തിൽ ചിലപ്പോൾ അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത. പക്ഷെ ഇതൊക്കെ അപ്പോൾ സാധ്യതകൾ മാത്രമാണ്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും.